ഒരു ഫോൺ എടുത്ത് ഒരു ഫോട്ടോ പോലും നേരെവനെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ആ 4 പേരോട് നേരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ മടിയുള്ള, ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, സോഷ്യൽ മീഡിയയിൽ ഒരു ആക്റ്റീവ് അല്ലാത്ത അങ്ങനെ ഒരാളായിരുന്നു ഞാന്. അതിൽ നിന്നൊക്കെ ഇപ്പം കുറേശ്ശെ ആയിട്ട് ഞാൻ മാറി വരികയാണെന്നുള്ളൊരു തോന്നല് എനിക്ക് തന്നെ ഉണ്ടായി തന്നു. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നേരത്തെ എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ പറയുന്നത് ശരിയാണോ? മറ്റുള്ളവർ അത് എങ്ങനെ എടുക്കും? എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും? ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാവോ? അത് മറ്റൊരാളെ എങ്ങനെ എഫക്ട് ചെയ്യും? എന്നൊക്കെ ആലോചിക്കുമായിരുന്നു ഞാനൊരു കാര്യം പറയുന്നതിന് മുമ്പ്. അത് നല്ലതാണേലും ചീത്തയാണേലും ഒരാളുടെ മുഖത്ത് നോക്കി ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ചെയ്ത് ഒരു കാര്യം ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ചിന്തിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെ പറയണം? എങ്ങനെ എടുക്കണം? എന്നൊക്കെ. എന്നാല് ഇന്ന് അതിനൊരു മാറ്റമുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എനിക്ക് പറയാനും അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനും ഉള്ളൊരു ധൈര്യം. ആ ഒരു ഇതാണ് ഞാൻ നമ്മുടെ ഈ ഒരു 19 ഡേയ്സ് ചലഞ്ച് കൊണ്ട് എന്നില് ഈ 90 ഡേയ്സ് ചലഞ്ചിൽ ഈ ഒരു 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. എന്നിൽ വന്ന പ്രകടമായ മാറ്റം അതാണെന്നത് എനിക്ക് തോന്നുന്നു. തോന്നുന്നെന്നല്ല, അത് തന്നെയാണ്. ഇപ്പൊ ആ ഒരു കോൺഫിഡൻസ് എത്രമാത്രം കൂടിയിട്ടുണ്ട്, എങ്ങനെ സംസാരിക്കാം എന്നൊക്കെ ഉള്ളത് അത് ഞാന് എന്നില് ഡെവലപ്പ് ചെയ്തെടുത്തു. മാഡം പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് എന്നോട് തന്നെ ഞാൻ സംസാരിച്ച്, ഒരു മിററിന്റെ മുമ്പീന്ന് ഞാൻ എന്ന വ്യക്തിയോട് ഞാൻ തന്നെ സംസാരിച്ച് അത് ഡെവലപ്പ് ചെയ്യും. ഇപ്പോഴും പൂർണ്ണമായും ശരിയായെന്നല്ല ഞാനാ പറയുന്നതിന്റെ അർത്ഥം. എങ്കിലും ഒരു 50-60% വരെ എനിക്ക് ഒരു വലിയ ചേഞ്ച് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പേഴ്സണലായിട്ട് എനിക്കും ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. അതുവഴി എന്റെ ബിസിനസ്സിലും ഇത് എനിക്ക് ഒരു നല്ല നേട്ടം തന്നെ കൊണ്ടുതരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.